ഹലോ മക്കളെ, +1 അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലെ. സോ +1 അലോട്ട്മെന്റ് വരുമ്പോൾ കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അവർ വിചാരിച്ച സ്കൂൾ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷെ കുറേ മക്കൾക്ക് അതല്ലായിരിക്കും അവസ്ഥ. അവർ വിചാരിച്ച സ്കൂളോ അല്ലെങ്കിൽ അവർ സ്വപ്നം പോലും കാണാത്ത സ്കൂളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകുക. അപ്പോ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ ചിന്തയുണ്ടാകും, ആ സ്കൂളിൽ തന്നെ തുടരണമോ അതോ വേറെ സ്കൂളിലേക്ക് മാറണമോ. കുറെ പേര് സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് അല്ലെ, അങ്ങനെ നമ്മൾ സ്കൂൾ ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. മക്കളെ, നിങ്ങളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇപ്പോ നിങ്ങളുടെ കിട്ടിയിരിക്കുന്നത് വീടിന് അടുത്തുള്ള സ്കൂളാണ്, പക്ഷെ നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് എങ്കിൽ പോലും ആക്ച്വലി നമ്മുടെ 11th 12th പഠിക്കുന്നതിന് സ്കൂൾ വലിയൊരു മാറ്റർ ആണോ എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്കൂൾ നമുക്ക് ചെയ്തു തരുന്നത് ഒരു +1 +2 പഠിക്കുന്നതിൽ വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമാണ്. ആക്ച്വലി നമ്മുടെ എഫേർട്ട് തന്നെയാണ് നമ്മുടെ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ആ പഠനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്കൂൾ അന്തരീക്ഷത്തിലായാലും പഠിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ആ സ്കൂളിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങളോ അല്ല, നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ മികച്ച രീതിയിൽ പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്കൂളിന്റെ പേര് നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതുവരെ താഴ്ന്നു കിടന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ ഉയർന്ന സ്കൂളുകൾ, അങ്ങനെ ഒരു സ്കൂളൊന്നുമില്ല. ഏത് സ്കൂളിലായാലും നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒപ്പം നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ സൈലത്തിന്റെ അഗ്നി ബാച്ചും ഉണ്ടല്ലോ. സോ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാം. സ്കൂൾ ഡസന്റ് മാറ്റർ. ഇനി വീടിന്റെ അടുത്ത് തന്നെ വേണം, അല്ലെങ്കിൽ കുറച്ച് ഒരു വളരെ ദൂരമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളിലേക്കുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യം തന്നെയാണ്. അപ്പോൾ സ്കൂൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റിൽ കിട്ടുന്ന ഏത് സ്കൂളാണെങ്കിൽ പോലും സന്തോഷത്തോടെ നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് സൈലമുണ്ട്. ഒപ്പം അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് ഈ വർഷം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് +1 സ്റ്റാർട്ട് ചെയ്യാം.